എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായ 2ാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ 2ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 2 ആണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ബ്ലോക്ക് നമ്പർ 2, യൂണിറ്റ് 2, ടൈപ്സ് ഓഫ് ക്രൈം. ചോദ്യം 1. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ക്രൈംസ് ആൻഡ് വയലന്റ് ക്രൈംസ്? ഉത്തരം: സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക നേട്ടത്തിനായി ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണിവ. ഇവ നേരിട്ട് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നില്ല, എന്നാൽ വ്യക്തികളെയും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ദോഷകരമായി ബാധിക്കുന്നു. ഉദാഹരണം: അഴിമതി, തട്ടിപ്പ്. അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ ശാരീരികമായ അക്രമമോ ബലപ്രയോഗമോ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെയാണ് അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം: കൊലപാതകം, ബലാത്സംഗം. ചോദ്യം 2. പ്രധാന സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അവയുടെ പ്രത്യേകതകളും ഏവ? വാട്ട് ആർ ദ മേജർ എക്കണോമിക് ക്രൈംസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്? പ്രധാന കുറ്റകൃത്യങ്ങൾ: തട്ടിപ്പ്, നികുതി വെട്ടിപ്പ്, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, കള്ളക്കടത്ത്, കള്ളനോട്ടടി എന്നിവയാണ് പ്രധാന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, ഫിഷിംഗ് അതായത് വിവരങ്ങൾ ചോർത്താനുള്ള തട്ടിപ്പ് തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രത്യേകതകൾ: സാമ്പത്തിക നേട്ടമാണ് പ്രധാന ലക്ഷ്യം. സാധാരണ സ്വഭാവം അക്രമരഹിതമാണ്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയാണ് ഇരകൾ. മിക്കവാറും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരാണ് കുറ്റവാളികൾ. ചോദ്യം 3. എന്താണ് വൈറ്റ് കോളർ കുറ്റകൃത്യം? വാട്ട് ഈസ് വൈറ്റ് കോളർ ക്രൈം? ഉത്തരം: ഉയർന്ന സാമൂഹിക പദവിയിലുള്ള വ്യക്തികൾ അവരുടെ തൊഴിലിന്റെ ഭാഗമായി ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണിത്. എഡ്വിൻ സദർലാൻഡാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, നികുതി വെട്ടിപ്പ്, തെറ്റായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുക എന്നിവയാണ് സാധാരണയായി കാണുന്ന വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ. മാധ്യമങ്ങളുടെ ശ്രദ്ധക്കുറവ്, കുറ്റവാളികളുടെ സ്വാധീനം എന്നിവ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. ചോദ്യം 4. കോർപ്പറേറ്റ് കുറ്റകൃത്യം എന്നാൽ എന്ത്? അവയുടെ തരങ്ങളേവ? വാട്ട് ഈസ് കോർപ്പറേറ്റ് ക്രൈം? വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ്? ഉത്തരം: കമ്പനിയുടെ ലാഭത്തിനായി ഉദ്യോഗസ്ഥർ നടത്തുന്ന നിയമലംഘനങ്ങളാണിവ. പ്രധാന തരങ്ങൾ: വ്യാജ കണക്കുകൾ, ഓഹരി തട്ടിപ്പുകൾ എന്നീ സാമ്പത്തിക തട്ടിപ്പുകൾ. നിയമവിരുദ്ധമായി മാലിന്യം തള്ളൽ പോലുള്ള പരിസ്ഥിതി നിയമലംഘനം. നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കൽ. കൈക്കൂലിയും അഴിമതിയും. വിലകൾ ഒത്തുകളിച്ച് നിശ്ചയിക്കൽ. ഇൻഷുറൻസ് കമ്പനികളെയും രോഗികളെയും കബളിപ്പിക്കുന്ന ഹെൽത്ത് കെയർ തട്ടിപ്പ്. ചോദ്യം 5. എന്താണ് സംഘടിത കുറ്റകൃത്യം? അതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, പ്രധാന തരങ്ങൾ എന്നിവ വിവരിക്കുക. വാട്ട് ഈസ് ഓർഗനൈസ്ഡ് ക്രൈം? വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെയിൻ ടൈപ്സ്? ഉത്തരം: ലാഭത്തിനു വേണ്ടി ഒരു സംഘം ആസൂത്രിതമായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടിത കുറ്റകൃത്യങ്ങൾ. സ്വഭാവ വിശേഷങ്ങൾ: ആസൂത്രിതം, ലാഭം ലക്ഷ്യമാക്കുക, സംഘടിത ഘടന, രഹസ്യ സ്വഭാവം, ഏകോപനം, അഴിമതി, ഭീഷണി എന്നിവയാണ് ഇതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ. പ്രധാന തരങ്ങൾ: 1. മയക്കുമരുന്ന് കടത്ത്. 2. മനുഷ്യക്കടത്ത്. 3. ആയുധക്കടത്ത്. 4. കള്ളപ്പണം വെളുപ്പിക്കൽ. 5. സൈബർ കുറ്റകൃത്യങ്ങൾ, ഹാക്കിംഗ്, തട്ടിപ്പ് തുടങ്ങിയവ. 6. കള്ളനോട്ടും വ്യാജ ഉൽപ്പന്നങ്ങളും. ചോദ്യം 6. എന്താണ് സൈബർ കുറ്റകൃത്യം? അതിൻ്റെ പ്രധാന തരങ്ങൾ ഏവ? വാട്ട് ഈസ് സൈബർ ക്രൈം? വാട്ട് ആർ ഇറ്റ്സ് മേജർ ടൈപ്സ്? ഉത്തരം: കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും ഉപയോഗിച്ച് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. ഇതിനെ 3 തരംതിരിക്കാം. 1. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നവ. ഉദാഹരണം: ഹാക്കിംഗ്, വൈറസ് ആക്രമണം തുടങ്ങിയവ. 2. കുറ്റകൃത്യം നടത്താൻ കമ്പ്യൂട്ടർ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നവ. ഉദാഹരണം: തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ആശയവിനിമയം. 3. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവ. ഉദാഹരണം: കുട്ടികളുടെ അശ്ലീല ചിത്ര പ്രചാരണം,
സൈബർ ഭീഷണി തുടങ്ങിയവ. ഉപന്യാസം: ആധുനിക കുറ്റകൃത്യങ്ങളുടെ വിവിധ മുഖങ്ങൾ. എസ്സേ: ഡിഫറൻറ്റ് ഫേസസ് ഓഫ് മോഡേൺ ക്രൈം. ആമുഖം: സാമൂഹിക മാറ്റങ്ങൾക്കൊപ്പം കുറ്റകൃത്യങ്ങൾക്കും പുതിയ മുഖങ്ങൾ കൈവന്നിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സൈബർ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, കോർപ്പറേറ്റ് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ പരമ്പരാഗത കുറ്റകൃത്യങ്ങളെക്കാൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. സാമ്പത്തിക, കോർപ്പറേറ്റ് സംഘടിത കുറ്റകൃത്യങ്ങൾ. ശാരീരിക ഉപദ്രവങ്ങൾ ഇല്ലാത്തവയാണ് സാമ്പത്തിക വൈറ്റ് കോളർ കോർപ്പറേറ്റ് കുറ്റകൃത്യങ്ങൾ. എന്നാൽ ഇവ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു. ലാഭക്കുതിയും നിയമങ്ങളിലെ പഴുതുകളും കാരണം കമ്പനികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളും പരിസ്ഥിതി നിയമലംഘനങ്ങളും ഇതിൽപ്പെടുന്നു. അതോടൊപ്പം മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത് തുടങ്ങിയ സംഘടിത കുറ്റകൃത്യങ്ങൾ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ. ഇന്റർനെറ്റിന്റെ വളർച്ചയോടെ ഹാക്കിംഗ്, ഡാറ്റാമോഷണം, ഓൺലൈൻ തട്ടിപ്പ് തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങളും വ്യാപകമായി. വ്യക്തികളുടെ സ്വകാര്യതയ്ക്കും രാജ്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾക്കും ഇവ ഭീഷണിയാണ്. കുറ്റവാളികളുടെ അജ്ഞാതത്വം ഈ കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുന്നത് ഏറെ ദുഷ്കരമാക്കുന്നു. ഉപസംഹാരം: ആധുനിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണതയെ മറികടക്കാൻ പരമ്പരാഗത രീതികൾ അപര്യാപ്തമാണ്. ഇതിനെ നേരിടാൻ കർശനമായ നിയമങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അന്താരാഷ്ട്ര സഹകരണം, ജനങ്ങളുടെ ബോധവൽക്കരണം എന്നിവ അത്യാവശ്യമാണ്. കുറ്റകൃത്യത്തിന്റെ മാറുന്ന മുഖം തിരിച്ചറിഞ്ഞ് പ്രതിരോധം തീർക്കുന്നത് സുരക്ഷിതമായ ഭാവിക്ക് അനിവാര്യമാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.